ഇപ്പോൾ വിള ചന്ദനമായതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമവശങ്ങളുടെ കാര്യങ്ങളിലും വലിയൊരു ചട്ടക്കൂട് തന്നെ നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പം സർക്കാരിൻ്റെ ഇൻ്റർഫിയറൻസ് ഈ ചന്ദനത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ പ്രോജക്റ്റിലായാലും കറൻ്റ്ലി എങ്ങനെയാണ്, അത് ഫ്യൂച്ചറിലും എങ്ങനെയായിരിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ചിലർക്കുള്ള തെറ്റിദ്ധാരണയാണ് നിയമങ്ങളിൽ വ്യത്യാസം വരുമോ, ഇത് വിചാരിച്ച പോലെ നടക്കും എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ട് പലർക്കും ഉണ്ട്. അതായത് ഇവിടെ ലോകത്തിൽ മൊത്തം ഒരു വർഷത്തിലേക്ക് ആവശ്യമുള്ള ചന്ദനം 6000 ടണ്ണാണ്. അതിൽ 2000 ടണ്ണാണ് ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള ഒരു വർഷത്തിൽ. ഇവിടെ 100 ടൺ പോലും ഇല്ല. ഇപ്പം നമ്മൾ തുടങ്ങിയാൽ പോലും ഈ പറഞ്ഞ 2000 ടണ്ണ് കവർ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇത് ചെയ്താൽ പോലും. അപ്പോൾ അതിൻ്റെ മാത്രമല്ല, ഇത് എക്സ്പോർട്ടിൽ നിരോധിച്ചേക്കാണ്. ഇത് എക്സ്പോർട്ടിങ് തുറന്നു വന്നാലോ ഇതിൻ്റെ റേറ്റിൽ വില കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇത് ഇന്ത്യക്കാർക്ക് മാത്രം ഉപയോഗിക്കുന്ന കാരണമാണ് ഗവൺമെൻറ് ഈ റേറ്റിൽ ഒതുക്കി വെച്ചിട്ടുള്ളത്. ഇത് 1 കിലോ സാൻഡൽവുഡ് ഓയിലിന് ഇന്ത്യയിൽ 5 to 6 lakh rupees. ഇതേ സാധനം